ഏറെ വിവാദങ്ങളും ചർച്ചകളുമായ കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിച്ചത് വിവാദമായിരുന്നു. ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ അധികാരം ഒഴിയുന്നതിന് തൊട്ടു മുൻപാണ് 4 പ്രധാനപ്പെട്ട പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിച്ചത്. പെരിയയിലെ ശരത് ലാലിനെയും കൃപേഷിനെയും 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി വകവരുത്തി കൊലവിളിച്ചു എന്നുള്ള കേസിലാണ് ഏറെ ചർച്ചകൾ ഉണ്ടായത്. അതിനുശേഷം ഈ കൊലപാതക കേസ് വലിയ രാഷ്ട്രീയ ചർച്ചയായി. 2 യുവ പ്രവർത്തകരെ ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ CPM ഗുണ്ടകളെ CPMഉം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും സംരക്ഷിക്കുന്നു എന്നാവശ്യപ്പെട്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വലിയ സമര പരമ്പരകൾക്ക് തുടക്കം കുറിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ഇവർക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിച്ചു എന്നുള്ള വാർത്തയും പുറത്തു വന്നത്. അതിനുശേഷം അത് ഏറെ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തു. മാധ്യമങ്ങളിലടക്കം ഇത് വലിയ വിഷയമായി. പെരിയ ഇരട്ടക്കൊലപാതക കേസ്, അതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികൾ, ഇവർക്കൊക്കെ വിവിധ ജയിലുകളിൽ സർക്കാർ സംവിധാനങ്ങൾ ഇടതുപക്ഷത്തിന്റെ CPMന്റെ സഹായത്തോടെ എല്ലാ പിന്തുണയും കൊടുക്കുന്നു, അവർക്കവിടെ യഥേഷ്ടം വിഹരിക്കാനുള്ള എല്ലാ അവസരങ്ങളും കൊടുക്കുന്നു എന്ന പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇറങ്ങിപ്പോകുന്നതിന് തൊട്ടുമുമ്പ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾക്ക് ജാമ്യം നൽകിക്കൊണ്ട് ജയിൽ വകുപ്പ് തീരുമാനമെടുത്തത്. എന്നാൽ ഇത് നടപ്പിലാവില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ ഇവർക്ക് പരോൾ അനുവദിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് തത്വത്തിൽ ഇവരുടെ പരോൾ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 4 പ്രതികളുടെ പരോളാണ് താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് പ്രത്യേകമായ ഉത്തരവിട്ടത്. ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ ഇവരെ പുറത്തിറക്കില്ല. പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചത് വിവാദമായിരുന്നു. 6 പ്രതികൾ ഇറങ്ങിയതിന് പിന്നാലെയാണ് കൂട്ടപ്പരോൾ വിവാദമായത്. ചട്ടങ്ങൾ ലംഘിച്ച് എല്ലാ പ്രതികൾക്കും ഒരുമിച്ച് പരോൾ നൽകി എന്നായിരുന്നു പരാതി. പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു. പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിച്ചത് അടിയന്തരമായി പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ആഭ്യന്തരമന്ത്രി, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരോൾ അനുവദിച്ചത് സംബന്ധിച്ചുള്ള എല്ലാ വസ്തുതകളും സമഗ്രമായി അന്വേഷിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊന്ന കേസിലെ 1-ാം പ്രതി ഉൾപ്പെടെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. 1-ാം പ്രതി പീതാംബരൻ, 4-ാം പ്രതി അനിൽ, 5-ാം പ്രതി ഗിരിജൻ, 7-ാം പ്രതി അശ്വിൻ, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവർ കഴിഞ്ഞ ദിവസം വീടുകളിൽ എത്തി. 20 ദിവസത്തേക്കാണ് പരോൾ. LDF സർക്കാർ അധികാരം ഒഴിയുന്നതിന് തൊട്ടുമുൻപ് ഇത്തരത്തിലുള്ള അനധികൃത നടപടികൾ നിരവധി ചെയ്തു കൊടുത്തതായുള്ള പരാതികളുമുണ്ട്. ജയിൽ വകുപ്പിലും ആഭ്യന്തര വകുപ്പിലും പോലീസ് വകുപ്പിലും ഒക്കെ തന്നെ CPM നേതാക്കളുടെ കൂട്ടത്തോടെയുള്ള ഇടപെടലും ഇത്തരത്തിലുള്ള പോലീസിന്റെയും ജയിൽ വകുപ്പ് അധികൃതരുടെയും ഒക്കെ പിന്തുണ ഇത്തരം രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ഈ പ്രതികൾക്ക്, കൊലപാതകങ്ങൾക്ക് ലഭിക്കുന്നതായി കോൺഗ്രസും UDFും BJPയും ഒക്കെ നേരത്തെ തന്നെ ആരോപണം ഉയർത്തിയിരുന്നു.